ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് യൂണിഫോമിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 യൂണിഫോമിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇത് 4 പീസായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിഫോം നമുക്ക് നോക്കാം. ഇതാണ്. അപ്പോൾ ഇനി നോക്കുക, ഇത് നല്ല വശത്തോട്ടാണ് നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ളത്. ഇനി 1 ഇഞ്ച് അടയാളപ്പെടുത്തുക, 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത്രയുമാണ് നമുക്ക് മടക്കി അടിക്കേണ്ടത്. അപ്പോൾ ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിലോട്ടാണ് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അടിച്ചു കൊടുത്തു. ഓക്കെ, അതുപോലെ മറ്റേ ഫ്രണ്ട് പീസും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വലത് ഭാഗവും ഇടത് ഭാഗവും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്യാറ്. അതുപോലെ ഒരുമിച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതും. ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് മറ്റേത് അടിക്കുക, ആ ഒരു മെത്തേഡല്ല ഞാൻ സ്വീകരിക്കുക. എല്ലാതും ഒപ്പം തന്നെ ചെയ്യാറാണ് പതിവ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു യൂണിഫോം അടിക്കുന്നതും ഒരേ അളവിലുള്ള 2 എണ്ണം 3 എണ്ണം ഒപ്പം അടിക്കുന്നതും ഒരേ ജോലിയാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ആക്കാൻ പറ്റും, നമ്മുടെ ജോലി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അതുകൊണ്ടാണ് 2 എണ്ണമൊക്കെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുന്നതും. ആദ്യം ഒക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യൂട്യൂബൊക്കെ കണ്ടിട്ടാണല്ലോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ അടിക്കുന്നത് ചില സമയത്ത് നമുക്ക് ഓരോരോ ചാനൽസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അവരുടെ പാർട്ട് 1ഉം പാർട്ട് 2 ഒക്കെ കാത്തിരിക്കുമല്ലോ, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിലൊക്കെ ഇവർ ചെയ്യുന്നത് കാത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. അതുപോലെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഓരോ അളവൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്കത് തെറ്റിപ്പോവാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതായത് അവരത് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അല്ലെങ്കിൽ അടിച്ചു വിടുന്നുണ്ടാവും. അപ്പോൾ അത് വേണ്ട എന്ന് എൻ്റെ ചാനലിൽ അങ്ങനെ ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ എല്ലാ മെത്തേഡുകളും ഒരുപോലെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചീത്ത വശത്ത് തൊട്ട് നമ്മളത് മടക്കി കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു മൂലയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് കത്രിക വെച്ചിട്ട് അത് ആ മടക്ക് ഭാഗം ഒന്ന് നമ്മൾ നിവർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതങ്ങനെ മറിച്ച് വെച്ചു. നമ്മുടെ കോട്ടിൻ്റെ ആ ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ 2 സൈഡും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ 2 സൈഡും റെഡിയാക്കി. ഇനി നമ്മുടെ ഈ കോട്ടിൻ്റെ ഈ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷർട്ടിന് തന്നെ നമുക്ക് 2 പീസ് വേണം കേട്ടോ. ഈ 2 പീസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ നെക്ക് ഇതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് അതങ്ങ് അടിച്ചു കൊടുത്ത് മറിച്ച് വെക്കുകയാണ് ചെയ്യണത്. ഇത് സ്റ്റിച്ചിങ് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. അത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഭാഗം ഒരുമിച്ച് വെച്ച് ചീത്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പീസാണ് കേട്ടോ. 2 പീസ് വെച്ചിട്ട് നല്ല ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ചീത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. കണ്ടോളൂ, സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ലോ ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വീനക്ക് അവിടെ അടിച്ച് നിർത്തിയിട്ട് പിന്നെ ആ സൂചി അവിടെ അങ്ങ് കുത്തി വെച്ചിട്ട് പിന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് അതുപോലെ അടിച്ചാൽ മതി. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷായി. ഇനി അതങ്ങ് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് ഒന്ന് അടി വരും ചെയ്യും.
ഓക്കെ, ഇനി ഇത് നമ്മൾ മറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, മറിച്ച് കൊടുത്തത് കണ്ടോ, ജസ്റ്റ് മറിച്ച് കൊടുത്തു കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നല്ല സൈഡിലോട്ടായി കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് കാണുന്നില്ലല്ലോ അല്ലേ. ഇനി അത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ തന്നെ ഒരു പ്രസ് അടി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. പ്രസ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല വൃത്തിക്ക് കിട്ടും. ഓക്കെ, അവിടെ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഒന്ന് ടെക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ഒന്ന് ടെക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. നമ്മൾ നെക്ക് അടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ അടിച്ചതിന് ശേഷം ഒന്ന് ടെക്കിട്ട് കൊടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ടെക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് മടക്കി വെക്കാൻ പറ്റും. ആ ഒരു ചുളിവില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി അത് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. കറക്റ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ. ഓക്കെ, ഇനി അതൊന്ന് നോക്കൂ. ഇനി നമ്മുടെ ആ ഷർട്ടിൻ്റെ പോലെയുള്ള ആ ഒരു ഭാഗത്ത് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ആ കൂട്ട് പോലെയുള്ള ആ ഒരു ഭാഗമാക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡറും ആം ഹോളും ഒക്കെ ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിന്ന് അവിടെ ആ ഒരു ഇതിൽ തന്നെ ഒപ്പം തന്നെ വെച്ച് അവിടെ നിന്ന് പിൻ ചെയ്ത് കൊടുത്താൽ കറക്റ്റിന് അവിടെ നിന്നോളും. എന്നിട്ടാണ് നമ്മൾ ബാക്ക് പീസ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളൂ, അതല്ലെങ്കിൽ അവിടെ പിൻ ചെയ്ത് കൊടുത്തോളൂ. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി മറ്റേ ഭാഗവും നമ്മൾ അതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മുന്നിലെ ഫ്രണ്ടിലെ പീസിലെ ആ ഒരു ഷർട്ട് ഭാഗത്തിനോട് ഒപ്പം തന്നെ ആണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്കതൊരു കോട്ട് പോലെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ കോട്ട് പോലെ ഉള്ള ഒരു യൂണിഫോമാണല്ലോ, തംബ്നെയിലിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മോഡല്. നമുക്ക് അയച്ചു തന്ന റെഫറൻസ് പിക്കിനേക്കാളും കുറച്ചും കൂടെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ആ ഭാഗത്ത് കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇനി അവിടെ നമുക്ക് ഒരു ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ, ഒരു ബട്ടൺസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ കോട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ ബട്ടൺസ് എങ്ങനെയാണ് തയ്ക്കാമെന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിന് പാർട്ട് 2 ഉൾപ്പെടുത്താൻ പറ്റുമോ അറിയില്ല, പക്ഷേ പാർട്ട് 2 പാർട്ട് 3 ഉൾപ്പെടുത്താം. കഴിയണതും ഞാൻ ഈ വീഡിയോ ഫുള്ളാക്കാൻ നോക്കാം. ലെങ്ത്ത് കൂടുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ഇത് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ ഉൾവശം, ഇത് മുൻവശം. ഓക്കെ, ഫ്രണ്ടിൻ്റെ ബാക്ക് വശം മുൻവശം ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് ഈ ഒരു പീസ്, അതായത് ഈ ഒരു 2 ഇഞ്ചിൻ്റെ ഇത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 ഇഞ്ച് നമുക്ക് പട്ട വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് മുകളിലോട്ടും ഇവിടേക്ക് 1/2 ഇഞ്ചും അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പട്ടം പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് എങ്കിലേ നമുക്ക് ബാക്ക് പീസിൻ്റെ അതേ ലെങ്ത്ത് കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കോട്ടിൻ്റെ അളവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി ഇത് പട്ട നമ്മൾ കൊടുത്ത്
ബെൽറ്റ് പോലെ നമുക്ക് ബെൽറ്റ് അല്ല താനും, എന്നാൽ ബെൽറ്റ് പോലെ നമുക്ക് തോന്നുകയും വേണം. ആ ഒരു രീതിക്കാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ആ ഫ്രണ്ട് പീസിൻ്റെ അവിടെ അങ്ങ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ കറക്റ്റിന് തന്നെ നിൽക്കും കേട്ടോ. ഓക്കെ, നമ്മളത് അടിച്ചു കൊടുക്കുകയാണ്. നല്ല നീറ്റിൽ നമ്മളെപ്പോഴും ഒരേ അളവ് തന്നെയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നീറ്റ് പോലെ ഇരിക്കും കേട്ടോ, നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ പോലെ ഇരിക്കും നമുക്ക് കിട്ടണ ഓർഡറിൻ്റെ അളവും. കാരണം നമ്മൾ നല്ല രീതിക്ക് കൊടുത്താൽ നമ്മളെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ആളുകൾ വരും. അതല്ലെങ്കിൽ അവർക്ക് വേറെ ആളെ നോക്കിപ്പോകും, അങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നെ നല്ല രീതിയിൽ നല്ല നീറ്റിൽ നമ്മൾ അടിച്ചു നോക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു യൂണിഫോമിൻ്റെത് ഫുള്ളായി. ഇനി അടുത്ത യൂണിഫോമിനുള്ളതാണ് ഞാൻ നോക്കണത്. അപ്പോൾ അതും കൂടെ അടിച്ചിട്ട് വരാം കേട്ടോ. ഇനി അത് അവിടെ ഒരു പ്രസ് ചെയ്തിട്ട് അടിക്കണം കേട്ടോ. നീല ഭാഗത്താണ് അടിക്കുന്നത്, എങ്കിലും നമുക്കൊരു ബെൽറ്റ് പോലെ തോന്നുള്ളത്. അപ്പോൾ ആ നീല കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്ത് കണ്ട് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങ് അടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഒരു ബെൽറ്റ് പോലെ നിൽക്കുന്നുണ്ട്, ഷർട്ടായി. ദെൻ അവിടെ കോട്ട് പോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓക്കെ. ഇനി നമ്മൾ ബാക്ക് പീസ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഈ ബാക്ക് പീസ് വെക്കുക, എന്നിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഇത് കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതങ്ങ് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഒരു 1/4 ഇഞ്ച്, 1/4 ഇഞ്ചല്ല, ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണ് കാണുന്നത്, വീഡിയോ അവിടെ മങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. സൂം ചെയ്തിട്ട് എന്താ അറിയില്ല, ഞാനതൊന്ന് ശ്രദ്ധിച്ചതുമില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ജോയിൻ ചെയ്തു. ഒപ്പം തന്നെ 2 അടി കൊടുക്കുക കേട്ടോ. 2 അടി ഒപ്പം കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് നമ്മളെപ്പോഴും കൊടുക്കണം, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഒരൊറ്റ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ നിർത്തരുത്, 2 സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക കേട്ടോ, എങ്കിലും അതൊരു വൃത്തിക്ക് നിൽക്കുള്ളൂ, പെട്ടെന്ന് പൊട്ടി പോവാതൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗവും നമ്മളതുപോലെ ചെയ്തു. ഓക്കെ, ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറും ആം ഹോളിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ സൈഡ് ഭാഗമൊക്കെ എവിടെയെങ്കിലും
അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അതുപോലെ താഴെ ഭാഗത്ത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒപ്പം വെച്ചിട്ട് ആ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, താഴെയുള്ള ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗം ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് ഒപ്പം വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബാക്ക് പീസ് നമ്മൾ ഒപ്പം ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യണം, ദെൻ കോളർ അറ്റാച്ച് ചെയ്യണം, ദെൻ പിനാഫോറിൻ്റെ ആ ഒരു ഇതും കൂടി കേട്ടോ, അതായത് മറ്റേ ഇതുണ്ടല്ലോ നമ്മൾ നെറിവ്, ആ നെറിവും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ഒരുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്നൊരു ഷേപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് എപ്പോഴും നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അവിടെ എല്ലാ ചുരിദാറിനായാലും കുർത്തിക്കായാലും എല്ലാത്തിനായാലും നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ചിലോ ഒരു 1/4 ഇഞ്ചിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു വൃത്തിക്ക് നല്ല നീറ്റിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ